നമുക്കിപ്പോൾ ഉച്ചയായി സമയം, അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടാകും. ഞാൻ ആറ്റുകാൽ അമ്പലത്തിന് പരിസരത്തുള്ള ഒരു അന്നദാനപ്പുരയിലാണ് ഇപ്പോൾ ഉള്ളത്. ആറ്റുകാൽ ക്ഷേത്രത്തിന് ഒരു 300 മീറ്റർ അകലെയുള്ള കാർത്തിക ഓഡിറ്റോറിയത്തിലാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ്. ഭക്തർക്ക് വേണ്ടിയിട്ട് ഇവിടെ 9 ദിവസവും അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി വന്ന് ഇവിടെ അന്നദാനം ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടുന്ന് മടങ്ങിയതേ ഉള്ളൂ. ചോറിന് കറികളായിട്ട് സാമ്പാറുണ്ട്, അവിയൽ, തോരൻ, കിച്ചടി, അച്ചാറ്, പിന്നെ നല്ല കടലപ്പായസം, ഇതുകൂടാതെ പുളിശ്ശേരി ചോറും ഈ അന്നദാനപ്പുരയ്ക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിഭവസമൃദ്ധമായ ആഹാരം അവർക്ക് ഭക്തർക്ക് വേണ്ടി ഇവിടെ നൽകുന്നു എന്നുള്ളതാണ്. ഈ 9 ദിവസവും ഇത് ഈ അന്നദാനം നടന്നു വരുന്നു. ചേച്ചി, ഇത് 8ാമത്തെ ദിവസമാണ് ഈ അന്നദാനം നടക്കുന്നത്. നിങ്ങളൊക്കെ എവിടുന്നാ വന്നേ? ഞാൻ പാണ്ടിക്കാട്, മലപ്പുറം പാണ്ടിക്കാട്. പാലക്കാട്. അപ്പോൾ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയാണ് അല്ലേ? പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ അതിനിടയിൽ വിളമ്പാനും കയറി. അപ്പോൾ പൊങ്കാല അർപ്പിക്കണം, നമുക്ക് വിളമ്പി ഭക്തർക്ക് ആഹാരം കൊടുക്കണം. അതിന്റെ സന്തോഷം വേറെ തന്നെയാണ്. ചേച്ചി എവിടുന്നാ വന്നേ? ഞാൻ പാലക്കാട് മണ്ണാർക്കാട്. അതിൽ നോക്കി അവിടെ നോക്കി വിളമ്പിക്കോ, എന്നിട്ട് സംസാരിച്ചോണ്ടാ കേട്ടോ. ഇനി വിശേഷങ്ങൾ പറയും. പൊങ്കാല അർപ്പിക്കാൻ എവിടെ ഇരിക്കണേ? ഞാൻ ഇവിടുത്തെ ജോയിന്റ് സെക്രട്ടറിയുടെ വീട്ടിലാണ്, അടുത്ത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ വിളമ്പാൻ ആദ്യമായിട്ടാണോ പറഞ്ഞത്? അത് ഇതിനു മുമ്പ് ഇവിടെ അന്നദാനം നടന്നിട്ടുണ്ടോ? അപ്പോഴും വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് വിളമ്പാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ വർഷമാണ് എനിക്ക് ഭാഗ്യം കിട്ടിയത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഭയങ്കര ആനന്ദ ലഹരിയിലാണ് ഞാനിപ്പോൾ. ശരി. അപ്പോൾ അങ്ങനെ നമുക്ക് അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം ഞാൻ അവരെ സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടുന്നില്ല. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണില്ല. ഈ ക്യൂ ഇവിടെയൊന്നും അല്ല കേട്ടോ. ഞാൻ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അമ്പലത്തിൻ്റെ അവിടുന്ന് ഈ നീണ്ട നിര, ഭക്തരുടെ നീണ്ട നിര ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ ആഹാരം ഇവിടെയൊക്കെ ഭക്തർക്ക് നൽകുന്നു, ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകുന്നു. പക്ഷേ തിരക്കിനൊരു കുറവുമില്ല. നല്ല തിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത.